നമ്മൾ മോട്ടറിൻ്റെ ഡെലിവറി സൈസ് വലുതാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചത് ഈ പൈപ്പ് വലുതാക്കുന്നത് വഴി നമുക്കതിൻ്റെ ഫ്രിക്ഷൻ അഥവാ ഘർഷണം കുറയ്ക്കാൻ പറ്റും. നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് പുറത്തേക്ക് തള്ളാമെന്ന് പറയും. ഈ കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് തള്ളാമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ മോട്ടറിൻ്റെ ഡെലിവറി പോയിൻറ്റിലെത്തുന്ന ഒരു വെള്ളം, അതായത് വെള്ളത്തിൻ്റെ അളവ്, അത് ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ, ചെറിയ പൈപ്പിൻ്റെ ഉള്ളിലൂടെയുള്ള ലോസ് ഒഴിവാക്കി ആ ഏകദേശം ചെറിയ ലോസിൽ അപ്പുറ എൻഡിൽ വെള്ളം എത്തിക്കാമെന്നാണ്. അതല്ലാതെ ഇപ്പോൾ ഈ മോട്ടർ, ഇപ്പോൾ ഇതൊരു 40 വാട്ട്സ് വരുന്നൊരു ചെറിയ പമ്പാണ്. ഇതിനാകെ 1500 ലിറ്റർ വെള്ളം തള്ളാനേ പറ്റൂ. ഇതിൻ്റെ പൈപ്പ് ഞാനിപ്പോൾ 1/2 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ചിലേക്ക് വലുതാക്കിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് ആക്കുമ്പോൾ ഈ മോട്ടറിന് 1500 ലിറ്റർ കൂടുതൽ വെള്ളം കപ്പാസിറ്റിയിൽ വെള്ളം പുറത്തേക്ക് തള്ളാൻ പറ്റുമെന്ന് അതിനർത്ഥമില്ല. ഇതേ 1500 ലിറ്റർ വെള്ളം തന്നെ അധികം ലോസ് ഇല്ലാതെ നമ്മുടെ പൈപ്പിൽ കൂടെ സ്മൂത്തായിട്ട് ഒഴുകി അപ്പുറം എൻഡിൽ എത്താമെന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ച് 1.5 ഇഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു നോൺ റിട്ടേൺ വാൽവ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മോട്ടർ നിർത്തുമ്പോൾ പെട്ടെന്ന് വെള്ളം ബാക്കിലേക്ക് ഒരു ഹാമറിങ് വന്നിട്ട് നമ്മുടെ പമ്പ് ഡാമേജ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു നോൺ റിട്ടേൺ വാൽവ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതൊരു ചെറിയ 40 വാട്ട്സ് വരുന്ന പമ്പാണ്. ഇതിനാകെ 1.5 മീറ്ററൊക്കെ ഹെഡുള്ളൂ. ഏകദേശം ഒരു 1 മീറ്ററിന് മേലേക്കുള്ള പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ വെയിറ്റ്, അതായത് കമ്പനി കൊടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച്, നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച്. ഇത്രയും വെള്ളത്തിൻ്റെ വെയിറ്റ് താങ്ങി ഇത് പുറത്തേക്ക് വെള്ളം തള്ളില്ല എന്നാണ് എല്ലാവരുടെയും വാദം. ശരി, നിങ്ങളിനി ഈ വീഡിയോ പോസ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ഈ മോട്ടർ വർക്ക് ചെയ്യിക്കുന്നതിന് മുന്നേ വെള്ളം തള്ളുമോ തള്ളില്ലയോ എന്ന് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തിയതിന് ശേഷം മാത്രം വീഡിയോ ബാക്കി പ്ലേ ചെയ്യുക. ഇറക്കും മോട്ടർ വയ്ക്കുക. മോട്ടറൊന്ന് ഓൺ ചെയ്യോ? നമ്മുടെ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഈ പൈപ്പിൽ വെള്ളം തള്ളുമോ ഇല്ലയോ എന്നാണ് നമുക്കറിയേണ്ടത്. വെള്ളം തള്ളുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ശരിയാവും? ഈ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പയ്യൊന്ന് പൊക്കി ഇതാ, നിങ്ങൾ കണ്ടാൽ അറിയാം. 1/2 ഇഞ്ച് പൈപ്പിൽ നിന്ന് സാധിക്കും 1.5 ഇഞ്ച് ഡെലിവറി കൊടുത്തിട്ടാണ് നമ്മൾ ഈ മോട്ടർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ വെയിറ്റാണ് പമ്പിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ എന്നെങ്കിൽ അതെങ്ങനെയാണ് ഇത്ര വെള്ളം തള്ളുക? ഇനിയിപ്പോൾ പൈപ്പ് നിറഞ്ഞു വരാത്തതിന് കാരണം ആ മോട്ടറിനാകെ 1500 ലിറ്റർ ഡിസ്ചാർജേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു വരാത്തത്. നിങ്ങളിപ്പോൾ ഇത് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 1500 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ അളവ് ഇതിലിപ്പോൾ ഡിസ്ചാർജായിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ടാവും. അപ്പോൾ വെള്ളത്തിനെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പമ്പിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഇതിൻ്റെ വെയിറ്റ് ആണോ അതോ ഇതിൻ്റെ ഫ്രിക്ഷൻ ലോസ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.